ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞ് കാരണം പ്രദേശത്ത് കാഴ്ചപരിധി കുറഞ്ഞത് റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. അതേസമയം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ വൈകുന്നു. ഇവരുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഡൽഹിയിലടക്കം ഉത്തരേന്ത്യയിൽ അതിശൈത്യം കുറേ ദിവസങ്ങളുമായി തുടരുകയാണ്. ഇത് ജനജീവിതത്തെ എത്രത്തോളം ദുസ്സഹമായി ബാധിച്ചിട്ടുണ്ട്? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹിയിലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ കാലാവസ്ഥ അല്ലെങ്കിൽ ടെമ്പറേച്ചർ 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടിയത് ഇന്നിപ്പോൾ പകൽ 18 ഡിഗ്രി വരെ വരും എന്ന് പറയുന്നു. എന്നിരുന്നാൽ തന്നെയും ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും 5 ഡിഗ്രി വരെ താപനില ഇന്നലെ രാത്രി താഴ്ന്നു എന്നുള്ള വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇത് മൂടൽമഞ്ഞടക്കമുള്ള പ്രതിഭാസത്തിന് കാരണമായി. ഇതുമൂലം വ്യോമ ഗതാഗതം താറുമാറായ അവസ്ഥയാണ്. മൊത്തം ഇതുവരെയായിട്ടും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സൂചനകൾ അനുസരിച്ച് 16 വിമാനങ്ങൾ വൈകുന്നു എന്നുള്ളതാണ്. 16 വിമാനങ്ങൾ, അത് ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളുണ്ട്, ഒപ്പം ഡൽഹിക്ക് പറന്നിറങ്ങേണ്ട വിമാനങ്ങളുമുണ്ട്. ഇങ്ങനെ 16 വിമാനങ്ങൾ ഇപ്പോൾ വൈകുന്നു. ഇത് ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങൾ എപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഡൽഹിയിൽ ഇപ്പോൾ സമയം 8 മണി അടുപ്പിച്ചു നിൽക്കുന്നു. ഇപ്പോഴും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും. മാത്രമല്ല ഉത്തരേന്ത്യയിലാകെ സമാനമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഒപ്പം തന്നെ റെയിൽ ഗതാഗതവും ആകെ താറുമാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. 25-ലധികം ട്രെയിനുകൾ വൈകുന്നു എന്നുള്ളതാണ് നോർത്തേൺ റെയിൽവേ നൽകുന്ന വിവരങ്ങൾ. അതും ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനുകൾ ആണ് ഏറ്റവും അധികം വൈകുന്നത്. ഒപ്പം ഡൽഹിയിലേക്ക് വരേണ്ട ട്രെയിനുകളും വൈകി തന്നെയാണ് ഓടുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നടക്കം എത്തുന്ന ട്രെയിനുകൾ മധ്യപ്രദേശ് കഴിയുമ്പോഴേക്കും മൂടൽമഞ്ഞ് മൂലം പലയിടങ്ങളിലും പിടിച്ചിടേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല ഇങ്ങനെ മധ്യപ്രദേശ്, അതേപോലെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ കടുത്ത ശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മൂടൽമഞ്ഞുമുണ്ട്. ഈ മേഖലയിലെ റോഡ് ഗതാഗതത്തെയും ഇത് കാര്യമായി മൂടൽമഞ്ഞ് ബാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലാണ് മൂടൽമഞ്ഞ് കാര്യമായി തന്നെ റോഡ് ഗതാഗതത്തെ ബാധിക്കുന്നത്. അതിനാൽ തന്നെ നന്ദൻ, ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളെയും ജനജീവിതത്തെയും ഈ അതിശൈത്യം മൂടൽമഞ്ഞുമൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇത് എത്ര ദിവസം കൂടി? കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളുമായി ഇതിങ്ങനെ തുടരുകയാണ്. ഇനിയും നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഈ ആഴ്ച കഴിയുമ്പോഴേക്കും അതിശൈത്യം അല്പം കുറയുമെന്നാണ്. സമാനമായ മുന്നറിയിപ്പ് കഴിഞ്ഞ ആഴ്ചയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. അതായത് ഈ ആഴ്ച ശൈത്യം അല്പം കുറയുമെന്ന്. എന്നാൽ താരതമ്യേന ശൈത്യം കൂടിയതല്ലാതെ ശൈത്യം കുറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത ആഴ്ചയോടുകൂടി തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും. നേരിയ രീതിയിൽ തണുപ്പ് കുറയും, ശൈത്യം കുറയും എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതേസമയം ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ഇന്നലെയും 3 ഇടങ്ങളിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തീപിടുത്തങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അതിശൈത്യത്തെ മറികടക്കുവാൻ വേണ്ടി ഈ കൽക്കരി കട്ടകൾ കത്തിച്ചു വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ. മാത്രമല്ല പലയിടങ്ങളിലും വിറക് കൊണ്ട് തീ കൂട്ടി തീ കായുന്ന അവസ്ഥയുണ്ട്. ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ്. ഇന്നലെ ഡൽഹി ഫയർഫോഴ്സ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ 3 അപകടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ അതിശൈത്യം മൂലം ഇത്തരത്തിൽ കൽക്കരിക്കട്ടകൾ കത്തിച്ചു വെച്ച് പുകവായു ശ്വസിച്ചാണ് അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഏതായാലും അതിൽ നിന്നൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപകടങ്ങൾ ഈ മൂടൽമഞ്ഞ് മൂലം റോഡ് ഗതാഗതത്തിൽ അപകടമുണ്ടായിട്ടുണ്ട്. യമുന എക്സ്പ്രസ് വേയില് 3 വലിയ അപകടങ്ങളാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ അപകടങ്ങൾ ഇതിലും കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും വലിയ അപകടങ്ങൾ 3 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാഴ്ച പരിധി കുറയുന്നതാണ് ഈ അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളിൽ വിശ്വസിച്ച് ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ആഴ്ചയുടെ ഈ അതിശൈത്യത്തിന് അല്പം ശമനം ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.